ഹായ് ഫ്രണ്ട്സ്, യെല്ലോ കളേഴ്സ് ഡേക്ക് സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്രാഫ്റ്റ് ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ലൗൺ മേക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സ്ക്രാപ്പ് ബുക്ക് എടുത്തിട്ടുണ്ട്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള യെല്ലോ കളർ തന്നെയാണ് ഞാൻ ഇതിൽ നിന്നും ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് ഡേക്ക് ഏത് കളറാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കളർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, റെഡ് ആണെങ്കിൽ റെഡ്, ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു പേപ്പറിൽ നിന്നും കറക്റ്റായിട്ടൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 20 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു സ്ക്വയർ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരച്ചിട്ടുള്ള ആ ഒരു ലൈൻ ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്യണ സമയത്ത് അത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അളവാണോ എന്നറിയാൻ വേണ്ടി സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് സെൻറ്ററിലല്ല മടക്കേണ്ടത്, ഇതുപോലെ കോൺ ഷേപ്പിലാണ് മടക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെൻറ്ററിൽ നമുക്ക് ആ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് സൈഡിൽ നിന്നും വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലുള്ള ആ ഒരു ലൈനിലേക്ക് കറക്റ്റ് ടച്ച് ചെയ്യരുത്. കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പിൽ വേണം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. മുകൾ ഭാഗത്ത് കറക്റ്റ് ആ ഒരു കോൺ ഷേപ്പ് വരണം. താഴെ ഭാഗത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഇതുപോലെ വരണം കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു താഴെ പോർഷനിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ബാക്കിലേക്ക് തിരിച്ച് ഫോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിലാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലൗൺ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. പേപ്പറൊക്കെ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക, അതിന് ശേഷം സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്, ബാക്ക് പോർഷനും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലൗണിൻ്റെ സ്റ്റിക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചൊരു ഡ്രോയിങ് ആണ് കേട്ടോ. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്, കൊച്ചു കൂട്ടുകാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ ക്ലൗണിന് കണ്ണും മൂക്കും വായയും എല്ലാം ഒന്ന് വരച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരയ്ക്കുന്ന ടൈമിൽ വളരെ ലൈറ്റായിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തെറ്റിയിട്ട് മായ്ക്കുന്ന സമയത്ത് ആ ഒരു അടയാളം കറക്റ്റായിട്ട് ആ ഒരു ഡ്രോയിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൽ അതൊരു അഭംഗിയായിട്ട് കിടക്കും കേട്ടോ മായ്ച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൂക്കിനും വായക്കും കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ണിന് വേണമെങ്കിൽ കണ്ണിൻ്റെ സെൻറ്ററിലായിട്ട് ബ്ലാക്ക് കൊടുക്കാം, അതുപോലെ ഔട്ട്ലൈനും വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വായയ്ക്കും മൂക്കിനും മാത്രം മജന്ത കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടൊരു ക്ലൗൺ മേക്കിംഗ് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു കളേഴ്സ് ഡേക്ക് ഇതാവട്ടെ നിങ്ങളുടെ ക്രാഫ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ പല കളേഴ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ സ്കൂളിൽ ഏത് കളേഴ്സ് ഡേ ആണോ വന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.